ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ആദ്യമായിട്ട് I want to welcome all of you in the precious name of our Lord and Savior Jesus Christ. I want to greet you as well. Hallelujah. And our God is giving another Sunday morning to come to the presence of the Lord. As I mentioned, today is the 30th day of June. Amen. Praise the Lord. Hallelujah. ഈ വർഷത്തിൻ്റെതായ 6 മാസം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പാടിയതുപോലെ നടത്തിയതായ വിധങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ ഹല്ലേലൂയ, നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയോട് മാത്രമേ ഇരിപ്പാൻ തക്കവണ്ണം കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പാട്ടുകാരൻ പറയുകയാണ് 1000 നാവ് പോരായേ എന്നാണ് എല്ലാം പറയുന്നത്. അപ്പം നമുക്ക് 1000 ഒന്നും വേണ്ട, ഒറ്റ നാവ്, ഉള്ള നാവ് നമുക്ക് ഉപയോഗിച്ചാൽ മതിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഉള്ള നാവ് എടുത്ത് പ്രൈസ് ദി ലോർഡ് എല്ലാവർക്കും ഒന്ന് സ്തോത്രം ചെയ്യാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ hallelujah. All the children, please can you join with us? Say hallelujah. Praise the Lord. Praise. Oh, hallelujah. Go ahead. Hallelujah. Praise the Lord. Hallelujah. എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, നമുക്ക് മറ്റെന്താ പറയാൻ ഉള്ളത്? ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എത്ര അതിശയമാണ്. നമ്മൾ പാട്ടുകാരൻ പാടിയതുപോലെ അതിശയവാൻ. ഹല്ലേലൂയ. നമ്മുടെ അത്ഭുതവാൻ. ഹല്ലേലൂയ. നമ്മെ നടത്തിയ ദൈവത്തിൻ്റെതായ വിധങ്ങൾ ഓർക്കുമ്പോൾ ഹല്ലേലൂയ നന്ദിയോട് മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ ആയിരിക്കാൻ കഴിയുകയുള്ളൂ. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിച്ച ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മളായിരുന്നിടത്തൊക്കെയും കർത്താവ് സൂക്ഷിച്ചു പരിപാലിച്ചു യാത്ര ചെയ്തായ പ്രിയപ്പെട്ടവരുണ്ട്. നാട്ടിലേക്ക് കടന്നുപോയ പ്രിയ തമ്പിച്ചാൻ്റെ യാത്രയിലൊക്കെയും കർത്താവിൻ്റെതായ കൃപയുണ്ടായിരുന്നു. അവർക്ക് ക്ഷേമത്തോടെ കടന്നു വരുവാൻ പോകുവാൻ തക്കവണ്ണം ഇടയായി. ഇതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ യാത്ര ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരുടെ യാത്രയിലും കർത്താവിൻ്റെതായ കൃപ കർത്താവ് നൽകി സഹായിച്ച ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഇന്ന് അല്പനേരത്തിൽ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗത്തു നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് തുടർന്നുള്ളതായ നമ്മുടെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. സോ നമുക്ക് വളരെ പരിചയമുള്ള വേദഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 16 വരെയുള്ളതായ വേദഭാഗങ്ങൾ. മാത്യൂസ് Gospel chapter 5 verses from 14 through 16. Amen. Praise the Lord. At the one of you, please read that in English also. You are the light of the world. A city set on hill cannot be hidden. Nor does anyone light a lamp and put it under a basket, but on the lampstand, and it gives light to all who are in the house. Let your light shine before men in such a way that they may see your good works and glorify your Father who is in heaven. Amen. It's a very familiar passage. So we have listen messages after messages from this passage. Probably might have a delivered message. This is very familiar passage. വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. So it's taken from the Sermon on the Mount. Hallelujah. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ പ്രത്യേകിച്ച് like we know Matthew's Gospel chapter 5, 6 and 7. So these 3 chapters, so we see when we go through the discourse of our Lord Jesus Christ, it is very famous. The Sermon on the Mount is considered of one of Jesus' the most important discourses, providing the ethical teaching and guidelines for his disciples, for his followers. Hallelujah. അപ്പോൾ കർത്താവിൻ്റെ പിന്നാലെ കടന്നു പോകുവാൻ താല്പര്യപ്പെടുന്നതായ പ്രിയപ്പെട്ടവർക്ക് ആവശ്യമായിരിക്കുന്നതായ ഏറ്റവും ശ്രേഷ്ഠമായ പഠിപ്പിക്കലുകളെ കൊണ്ട് നിറയപ്പെട്ടതാണ് ഈ 3 ലേഖനങ്ങളും. അപ്പോൾ ഈ ഗിരിപ്രഭാഷണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സെർമൺ ഓൺ ദ മൗണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ഞാൻ ഇവിടെ ഓർപ്പിച്ചതുപോലെ നമ്മൾ സമൂഹത്തിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് ഹല്ലേലൂയ പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ്
ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ദൈവത്തിൻ്റെതായ വചനത്തിലൂടെ ദൈവമായ കർത്താവ് തന്നെ ലോകത്തിലേക്ക് കടന്നു വന്ന് തിരുവായി മൊഴിഞ്ഞ് സംസാരിക്കുന്നതായ അല്ലെങ്കിൽ ടീച്ചിങ്സ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. Once again, hallelujah, when Jesus was on this world, on this earth, hallelujah, Jesus, he himself is one of the triune God, Trinity God. He himself came down to this world and he said, and he taught them, how to, discipline yourself, hallelujah, how to be your character, how to interact with the people, hallelujah. So these kind of principles he's guiding, he's giving as a guidelines in the Sermon on the Mount, hallelujah. ഇവിടെ പ്രത്യേകിച്ച് when you go through this passage, പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഒന്നാമത് ഇവിടെ പറയുന്നത്, അതിൻ്റെ 1-ാമത്തെ വാക്യത്തെ നമ്മൾ വായിച്ചത് എന്താണ്? നിങ്ങൾ വെളിച്ചമാകുന്നു, ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ സുവിശേഷത്തിലെ ആ ഭാഗത്ത് നമുക്ക് കടന്നു പോകേണ്ടതായിട്ടില്ല ഇപ്പോൾ. ഹല്ലേലൂയ. So when we come to the John's Gospel, he says, as long as I am in this world, I am the light of the world. ഞാൻ ലോകത്തിലുള്ളിടത്തോളം കാലം ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, ലോകത്തുള്ളത്തോളം കാലം. Now, physically our Lord Jesus is not here. Praise the Lord. Hallelujah. Physically we cannot see him. And physically we cannot interact with our Lord Jesus Christ. കർത്താവ് ഞാൻ നിൽക്കുന്നത് പോലെ, നിങ്ങൾ അവിടെ ഇരിക്കുന്നത് പോലെ എൻ്റെ കർത്താവിനെ, നമ്മുടെ കർത്താവിനെ നമ്മുടെ ശാരീരികമായ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്നില്ല. കർത്താവ് എന്നാൽ with our spiritual eyes we can, hallelujah, we can visualize, we can see at his presence, hallelujah, because his presence is here. Bible says, and the word of God also says, whenever 2 or 3 gather in his name, he is there in our midst, hallelujah. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ so he is here in our midst, hallelujah. In the middle of our congregation, praise the Lord, the presence of God is there. So let's acknowledge the presence of God. That's why when we are in the presence of God, we have to be here with reverence, hallelujah. So നാം അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവമായ കർത്താവ് എന്നെ കാണുന്നുണ്ട്, എന്നെ അറിയുന്നുണ്ട്, എന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതായ ധാരണയോടുകൂടെ വേണം നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ. കർത്താവ് നമ്മുടെ ആരാധന സ്വീകരിപ്പാൻ തക്കവണ്ണം നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളിയിട്ടുണ്ട്. Hallelujah. Because God is here to receive our worship. Praise the Lord. Hallelujah. He abides in worship. Hallelujah. So when we talk about God, when we talk about the triune God, hallelujah, so the seraphim, the angels, hallelujah, they are worshiping our God, hallelujah. In the earthly language or the worldly language, 24/7, hallelujah. In the heavenly, 24/7 എന്ന് പറയാനില്ല. hallelujah. നമുക്കാണ് 24 മണിക്കൂർ, നമുക്കാണ് 7 ദിവസം ഉള്ളത് ഒരാഴ്ചയിൽ. എന്നാൽ സ്വർഗത്തിൽ അങ്ങനെയല്ല. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് പറയുവാൻ തക്കവണ്ണം കഴിയില്ല. എന്നാൽ ദൈവത്തെ സദാസമയത്തും without any interruption, hallelujah, the seraphim, hallelujah, the angels, they are worshiping our God, hallelujah. But now as we are here in the presence of God, this is our opportunity to come together in this manner to worship our God in truth and spirit, hallelujah. So when we are here in the presence of God, just acknowledge the light of the world is here. Let's acknowledge the Redeemer God is here. Hallelujah. Let's acknowledge the great shepherd is here. Hallelujah. Just acknowledge the sustainer God is here. Hallelujah. Our God's presence is here. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞത് ഇവിടെ നമ്മൾ പറയുമ്പോൾ, അപ്പോൾ അവിടെ നമ്മൾ ഓർക്കുമ്പോൾ പറയുന്നതായ ഒരു കാര്യമാണ് ഹല്ലേലൂയ, ലൈറ്റ് ആസ് എ സിംബൽ.
Hallelujah. In a Jewish tradition, light often symbolizes knowledge, goodness, and divine presence. Praise the Lord. Hallelujah. So Jesus is using this imagery to convey, hallelujah, the role of his followers in this world. Hallelujah. അപ്പോൾ യഹൂദ പാരമ്പര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ വെളിച്ചം പലപ്പോഴും അറിവ്, തിന്മ, തിന്മയല്ല, നന്മ, ദൈവികമായ സാന്നിധ്യം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, ദൈവമക്കളായിരിക്കുന്ന നാം, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിരിക്കുന്നതായ നാം, അല്ലെങ്കിൽ കർത്താവിൻ്റെതായ ശിഷ്യന്മാരായി ഹല്ലേലൂയ പുറകോട്ട് കർത്താവിൻ്റെ പിന്നാലെ പോകുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നതായി നാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതായ പ്രത്യേകതയാണ് ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അപ്പോൾ ലൈറ്റ് ആസ് എ സിംബൽ. Praise the Lord. Hallelujah. Then second thing we can see, a city on a hill. Praise the Lord. This metaphor emphasizes visibility and influence. Praise the Lord. A city on a hill is a prominent and seen by all, representing the public and noticeable nature of a Christian life and the witness. ഹല്ലേലൂയ. അപ്പോൾ ഈ സാദൃശ്യം ഉപയോഗിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ആമേൻ, എല്ലാവർക്കും ഒരുപോലെ ദൃശ്യമായതും അതുപോലെ എല്ലാവരെയും ഒരുപോലെ സ്വാധീനിക്കുന്നതുമാണ് ആമേൻ എന്ത് മലമേൽ ഇരിക്കുന്നതായ പട്ടണം. Praise the Lord. Hallelujah. So just imagine you're walking in a very darkest night. Hallelujah. As you are walking, hallelujah, അങ്ങ് ദൂരെ, hallelujah, ഒരു പട്ടണത്തിൻ്റെതായ വെളിച്ചം അല്ലെങ്കിൽ പട്ടണത്തിലുള്ളതായ വിളക്ക് എന്ന് കാണുന്നുണ്ടെന്ന് വിചാരിക്കുക. Hallelujah. Just imagine here at the very distance you can see the light from the city. Hallelujah. That means, hallelujah, because it is on the top of the mountain, because it is on the top of the hill. Hallelujah. It is not hiding. Hallelujah. Likewise, hallelujah, Christians, the disciples, they should, hallelujah, the people should, amen, hallelujah, visualize, hallelujah, നമ്മുടെ ജീവിതത്തെ, നമ്മുടേതായ ക്രിയകളെ, നമ്മുടേതായ ആ ഇന്ററാക്ഷനിലെല്ലാം അവർക്ക് കാണുവാൻ തക്കവണ്ണം ഇടയാകണം. അതാണ് കർത്താവ് ഇവിടെ അതായത് ഓർപ്പിക്കുന്നത്. മൂന്നാമത്തെ കാര്യം കർത്താവ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്, ലാമ്പ് ഓൺ എ സ്റ്റാൻഡ്. Praise the Lord. Hallelujah. തണ്ടിന്മേൽ, അതായത് കത്തുന്ന, തണ്ടിന്മേൽ ജ്വലിക്കുന്ന ഒരു വിളക്ക് എന്ന് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അത് എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Praise the Lord. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിളക്കുന്നതിന് വേണ്ടിയാണ്. The purpose of the lamp. Hallelujah. ആമേൻ. വിളക്ക് തണ്ടിന്മേൽ അതായത് കൊളുത്തി വയ്ക്കപ്പെടുന്നതിനൊരു ഉദ്ദേശമുണ്ടല്ലേ? ഒരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ഞാൻ വെള്ളിയാഴ്ചയിൽ ഓർമ്മിപ്പിച്ചതുപോലെ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. God has a purpose about your life and my life, our life. Hallelujah. He has sent us here, and God has chosen us in this world. From this wretched world, wicked world, perishing world, God has chosen us, hallelujah, with a definite purpose. Hallelujah. എന്തിനു വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ച് തണ്ടിന്മേൽ വെച്ചിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ അതുകൊണ്ടൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. എന്തിനാണ്? ഹല്ലേലൂയ. To glow out. Hallelujah. To spread the light throughout the world. Hallelujah. When you go through, hallelujah, the world, like I said, the world is controlled by the darkened spirit. Hallelujah. അന്ധകാരത്തിൻ്റെതായ ശക്തിയാണ് അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മധ്യത്തിൽ ഞാനും നിങ്ങളും ജ്യോതിസുകളെ പ്രകാശിക്കുവാൻ തക്കവണ്ണം കർത്താവ് ആഗ്രഹിക്കുന്നു. Praise the Lord. This is the purpose. Hallelujah. No matter wherever you go, whether that is in a workplace, whether that is in your community, when you interact with the people, hallelujah, whether you go to school or a college or office, wherever you go, God has a purpose about your life. Praise the Lord. Hallelujah. എന്തിനാണ് എന്നെയും നിങ്ങളെയും ആ തണ്ടിന്മേൽ ഹല്ലേലൂയ കൊളുത്തി വെച്ചിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, അതാണ് പാട്ടുകാരൻ പറയുന്നത്. ഹല്ലേലൂയ. അവിടുന്ന് നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ
ഹല്ലേലൂയ. ആമേൻ. എങ്ങനെയാണ് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ മൗനമായിരിക്കാൻ തക്കവണ്ണം കഴിയുന്നത്? Praise the Lord. When we remember the goodness and mercy of God, when we remember the faithfulness of God, when we remember, hallelujah, amen, all the leadings of God, hallelujah, the providence of God, the grace and mercy that we receive from the Lord, hallelujah, and amen, when we remember, when we come to the presence of God, not only coming to the presence of God, even when you go out to the community, you have to spread out this light to the community, each and every one of the members of the community. Hallelujah. Praise the Lord. ഇവിടെ നമ്മൾ ഈ വേദഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, ഇവിടെ ഒന്നാമത്തെ കാര്യം നമ്മളിവിടെ കർത്താവിടെ ഓർമ്മിപ്പിക്കുന്ന 14 വാക്യത്തിൻ്റെതായ ഒന്നാമത്തെ വാക്യം എന്താ പറയുന്നത്? യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. പ്രൈസ് ദി ലോർഡ്. അവർ പറയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരു സപ്പോർട്ടിംഗ് റെഫറൻസ് ആയിട്ട് നമ്മൾ ചിന്തിച്ചാൽ ഹല്ലേലൂയ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വാക്യം, John's Gospel chapter 8 verse 12, there it says, when Jesus spoke again to the people, he said, I am the light of the world. Whoever follows me will never walk in darkness, but will have the light of life. യേശു പിന്നെയും അവരോട് സംസാരിച്ചപ്പോൾ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ആമേൻ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇത് തന്നെയാണ് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. കർത്താവ് പറയുകയാണ്, കർത്താവ് വെളിച്ചത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെതായ ആമേൻ ഹല്ലേലൂയ ഈ പ്രസംഗത്തിൽ കർത്താവ് പ്രത്യേകിച്ച് പറയുന്നതായ ഒരു കാര്യമാണ്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഹി സെഡ് ടു ബിഗിൻ വിത്ത്. Hallelujah. Then he is saying to the disciple, you are the light of the world. Hallelujah. How do we get the light? Amen. Hallelujah. We are living in a perishing world. We are living in a darkened world. We are living in a cursed world. Hallelujah. But now, hallelujah, as the disciple of Jesus Christ, hallelujah, as the follower of Jesus Christ, I mean, we got the privilege to be with our Lord. Hallelujah. And we got the privilege, hallelujah, to convey, hallelujah, or to conduct, hallelujah, the light from the main source to these, amen, hallelujah, small sources. Praise the Lord. Hallelujah. വലിയ സോഴ്സിൽ നിന്ന്, ആ ലൈറ്റിൽ നിന്ന്, ഹല്ലേലൂയ, അവിടെ നിന്ന് ഹല്ലേലൂയ ഇത് ഇങ്ങോട്ട് കണ്ടക്ട് ചെയ്യായിരുന്നു, പ്രവഹിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ദൈവജനത്തെക്കുറിച്ച് ദൈവമായി കർത്താവ് ആഗ്രഹിക്കുന്നത്, നിങ്ങളത് എന്ത് ചെയ്യണം? അത് മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, we know the story of Paul. എല്ലാവർക്കും അറിയാം അല്ലേ? We know the story of Paul. When you go through the chapters, hallelujah, from the beginning of Acts chapter 9, hallelujah, അവിടെ നമ്മൾ വായിക്കുന്നത്, hallelujah, അവിടെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്, പിൽക്കാലത്ത് പൗലോസ് എന്നറിയപ്പെടുന്നതായ ശൗൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും ഇരുട്ടിൽ അങ്ങ് മുങ്ങി തപ്പുന്നതായ ഒരു അവസ്ഥയിലായിരുന്നു. hallelujah, പിൽക്കാലത്ത് പൗലോസ് എന്നറിയപ്പെടുന്നതായ ശൗൽ. Praise the Lord. Hallelujah. Saul, later known as Paul, was engulfed in darkness and persecuting Christians. When Jesus appeared to him in a blinding light on the road to Damascus, hallelujah, Saul's life was transformed. Are you following me now? Praise the Lord. Hallelujah. So on the way to Damascus, hallelujah, so he was in the darkness. He was engulfed in darkness. Hallelujah. He was walking. He was acting. Hallelujah. He was doing all kinds of mischievous things, and he was persecuting the Christians.
Praise the Lord. Hallelujah. But on the way to the Damascus, hallelujah, he was caught by the blinding light. Hallelujah. അവൻ്റെതായ കണ്ണുകളെ hallelujah കുരുടാക്കി തരം പോകുന്നതായ തരത്തിൽ ഒരു ഭയങ്കര പ്രകാശം അവന് അനുഭവിപ്പാൻ തക്കവണ്ണം കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, when you go through the pages of book of Acts, hallelujah, he became a light to the Gentiles, spreading the gospel, hallelujah, far and wide, and demonstrating how one encounter with Jesus can turn darkness into light. Hallelujah. ഒരു വ്യക്തി കർത്താവിലേക്ക് കടന്നു വന്നാൽ, hallelujah, അന്ധകാരത്തിൻ്റെതായ hallelujah പിടിയിലായിരിക്കുന്ന വ്യക്തി കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വന്നാൽ, hallelujah, അവനെ എങ്ങനെ പ്രകാശത്തിന്റെ വാഹകനാകുന്നു എന്നുള്ളതിൻ്റെതായ ഭയങ്കര ഉദാഹരണമാണ് പൗലോസ്. Praise the Lord. പൗലോസിനെ കുറിച്ച് നമ്മൾ പിന്നെ വായിക്കുമ്പോൾ, hallelujah, because he realized about this light. Hallelujah. Because he acknowledged about this light. Hallelujah. Because he admitted, because he accepted this divine light. Hallelujah. And he dedicated, he separated his life. Hallelujah. To spread this light even to all the Gentiles, among the Gentiles. ഹല്ലേലൂയ. ജാതികളുടെ ഇടയിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെതായ മാറ്റമില്ലാത്ത വചനത്തിൻ്റെതായ പ്രകാശം പരത്തുവാൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പൗലോസിനെയാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. കർത്താവ് പറഞ്ഞത് എന്താണ്? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്ന ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ഞാനും നിങ്ങളും ഹല്ലേലൂയ വെളിച്ചത്തിൽ നമ്മളായിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ആ വെളിച്ചത്തെ മറ്റുള്ളവരിലേക്ക് പകരുവാൻ തക്കവണ്ണം എൻ്റെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടേതായ ഇടപാടുകൾ കൊണ്ട് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. We have to examine ourselves that do we abiding in the light? Are we doing anything to spread out this light to the Gentiles, to the other people? Praise the Lord. Hallelujah. Through our interaction, through our deeds, through our character, through our words. Hallelujah. Amen. Hallelujah. And whatever we do, do we, hallelujah, bring glory to the Lord? Are we spreading the light to the Gentiles? Hallelujah. To the heathen world. Hallelujah. അങ്ങനെയുള്ളതായ ജനങ്ങൾക്ക് അവരുടെ മധ്യത്തിൽ ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ല എങ്കിൽ കർത്താവ് ഇന്ന് പൽക്കാലം ഓർപ്പിക്കുന്ന കാര്യമാണ്. കർത്താവേ, hallelujah, I don't want to be a great speaker or preacher or prophet or teacher or anything. I want to be a disciple of you. I want to be a disciple of you. അത് കർത്താവേ, അവിടുത്തെ അങ്ങേ ഫോളോ ചെയ്യുന്ന, അനുഗമിക്കുന്ന ഒരു ശിഷ്യനായി മാറുവാൻ, ഒരു ശിഷ്യയായി മാറുവാൻ, അത് മുഖാന്തരം ഹല്ലേലൂയ പ്രകാശത്തെ മറ്റുള്ളവർക്ക് എൻ്റെ ജീവിതം മുഖാന്തരം പരത്തുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേർക്ക് പറയുവാൻ തക്കവണ്ണം കഴിയും? Praise the Lord. Hallelujah. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, 14ാമത്തെ വാക്യം തന്നെ അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിലേക്ക്, രണ്ടാമത്തെ പോർഷനിലേക്ക് കടന്നു വരുമ്പോൾ എന്താ വായിക്കുന്നത്? The light cannot be hidden. Hallelujah. പ്രകാശം മറച്ചു വയ്ക്കുവാൻ തക്കവണ്ണം കഴിയില്ല. Hallelujah. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കഴിയില്ല. പാടില്ല എന്ന് പറഞ്ഞാൽ കഴിയില്ല. മലമേലാണ് ആയിരിക്കുന്നുവെങ്കിൽ, if it is staying on the top of the hill, hallelujah, it will not be hidden. We cannot hide it. Praise the Lord. Hallelujah. ഇതാണ് ഞാൻ ഇന്ന് പൽക്കാലം നിങ്ങളെ ഓർപ്പിക്കുന്നത്. ദൈവമേ, നാം എവിടെയാണ്? ക്രിസ്തുവാകുന്നതായ പാറമേലാണ്. ആണോ? നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ? അതോ സ്വപ്നം കാണുവാണോ? Praise the Lord. നമ്മള് hallelujah, നമ്മൾ ആരാ? ഹല്ലേലൂയ, ദൈവമക്കൾ. നമ്മളെവിടെ പാർപ്പിച്ചിരിക്കുന്നത്? എവിടെ സ്ഥാപിച്ചിരിക്കുന്നത്? ക്രിസ്തുവാകുന്ന പാറമേൽ. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, എന്നെയും നിങ്ങളെയും മറയ്ക്കുവാൻ തക്കവണ്ണം, ഹൈഡ് ചെയ്യുവാൻ തക്കവണ്ണം ഹല്ലേലൂയ സാത്താന് കഴിയില്ല.
He will not be able to hide ourselves. Hallelujah. നമ്മെ hallelujah മറയ്ക്കുവാൻ സാത്താന് കഴിയില്ല. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് hallelujah നമ്മൾ എഫേസ്യ ലേഖനത്തിൽ കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. For you were once darkness, but now you are light in the Lord. Live as a children of light. എന്താ പറയുന്നത്? മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. Praise the Lord. Hallelujah. നമുക്ക് we can take the example of the church of Antioch. അന്ത്യോക്യയിലേതായ സഭയിലെ വിശ്വാസികളെ നമുക്കൊരു ഉദാഹരണമായിട്ട് എടുത്താൽ, so first century Christian, children, let me ask a question. Where these people receive the name Christians? Are you child? Children, please. Where did they get the name Christians from? At what place? No one remember? At Antioch. Okay. At Antioch. അന്തോക്യയിൽ വെച്ചാണ് കർത്താവിൻ്റെതായ ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന പേര് ലഭിക്കുന്നത്. Praise the Lord. അപ്പോൾ ഞാൻ ഇവരെ കുറിച്ചാണ് പറയുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. Hallelujah. So at the early church, at the first century, these people, they had to go through severe persecutions. So when they accept Jesus Christ as their personal Savior, when they separated themselves to live for Lord Jesus Christ, they were not expecting this persecution. They were not aware of this persecution. Praise the Lord. Hallelujah. And to begin with, the people thought, and the other Romans, all the people also thought this is a group of Jewish sect. But later they distinguished, they separated themselves from all kinds of rituals and all kinds of sacrifices and all. Hallelujah. They had a separate group. So, hallelujah, they distinguished, they separated themselves from the Jewish world. ആമേൻ. അവൻ യഹൂദന്മാരെന്നാണ് അവർ ആദ്യം ചിന്തിച്ചത്. പക്ഷെ അങ്ങനെയല്ല. ഇവരുടേതായ ആരാധനയും ഇവരുടേതായ കെട്ടും മട്ടും എല്ലാം വ്യത്യാസമുണ്ട്. അതും മുഖാന്തരം ഇവർ മറ്റൊരുമായിട്ട് മിങ്കിൾ ചെയ്യാത്തത് കൊണ്ട്, അതുകൊണ്ട് അവർ they had to face a lot of persecution. വളരെ ഉപദ്രവങ്ങൾ അവർ ഏൽക്കേണ്ടി വന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം. But my point is just this one. Wherever they went, എവിടൊക്കെ അവിടെ പോയോ അവിടെ എല്ലാം എന്ത് ചെയ്തു? അവര് ഈ ലൈറ്റ് പ്രകാശിപ്പിച്ചു. Wherever they went, hallelujah, they spread this light to the Gentiles, to the heathen world, hallelujah, and got converts to the people, to the Christianity. Praise the Lord. Hallelujah. അപ്പോൾ ഇതാണ് ഞാൻ നമ്മെക്കുറിച്ച് ഓർക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നതായ ഒരു കാര്യം. കർത്താവ് പറയുകയാണ്, മലമേലിരിക്കുന്നതായ പട്ടണം എന്ത് ചെയ്യാൻ പാടില്ല? മറയാൻ പാടില്ല, മറഞ്ഞിരിപ്പാൻ പാടില്ല. Praise the Lord. നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നതായ ഒരു കാര്യം ഇതാണ്. ഹല്ലേലൂയ, അന്ത്യോക്യയിലുള്ളതായ ക്രിസ്ത്യാനികൾ ഹല്ലേലൂയ അവർക്ക് വളരെ പീഡനങ്ങളും ഉപദ്രവങ്ങളും ഉണ്ടായിട്ട് അവർ പോയി, അവിടെ നിന്ന് പിരിഞ്ഞു പോയി, അവിടെ നിന്ന് ചിന്നാഭിന്നമായി വിവിധ സ്ഥലങ്ങളിലേക്ക് പോയി. എങ്കിലും ഹല്ലേലൂയ അവർ ഒളിച്ചിരുന്നില്ല, അവർ പാത്തിരുന്നില്ല. Hallelujah, they did not hide themselves. Hallelujah, and they spread the gospel, they spread the light, and you are the light of the world. Praise the Lord. Hallelujah. അതാണ് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അപ്പോൾ നാം ദൈവത്തിൻ്റെതായ വെളിച്ചത്തിൽ, കർത്താവിൻ്റെ വെളിച്ചത്തിൽ നാം വസിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ ഹല്ലേലൂയ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വ്യക്തമാകും. അതാണ് എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. Praise the Lord. Hallelujah. Praise the Lord. Just like the city on a hill cannot be hidden, our Christians, all the Christians, hallelujah, hallelujah, wherever we go, we will be able to reveal our Christianity in us. നമ്മളിലുള്ളതായ ക്രിസ്ത്യാനിത്വം മറ്റുള്ളവർക്ക് പകരുവാൻ തക്കവണ്ണം കഴിയും. Praise the Lord. Hallelujah. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വാക്കുകൾ പോലും എന്തുണ്ടായിരിക്കും? നമ്മുടെ വാക്കുകൾ പോലും
അളന്ന് ചുട്ടപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ വാക്ക് പറയുന്നത്. ഫോർ ദ വോൺലി മാൻ there is no bell. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ ബെല്ലില്ല, ബ്രേക്കില്ല, അവർക്കെന്തും പറയാം. അവർക്ക് കേഴ്സ് വാക്കുകൾ ഉപയോഗിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാക്കുകളിൽ എന്തുണ്ടായിരിക്കണം? കൺട്രോൾ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ബെല്ലും ബ്രേക്കും ഇല്ലാതെ ദേഷ്യപ്പെടും വരുമ്പോൾ നമുക്ക് എന്ത് എടുത്ത് പറയാൻ പറ്റത്തില്ല. നമ്മൾ എപ്പോഴും ചിന്തിക്കണം, when you get mad, when you get angry, at the same time you have to be aware that you are the child of God. Amen. So you have a standard to keep up. Hallelujah. നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. എന്താ നമ്മുടെ സ്റ്റാൻഡേർഡ്? Heavenly standard. Amen. We are the citizens of our God, heavenly kingdom. We have a special standard. This standard is not a standard of this world. Hallelujah. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം അതായത് ഐസേഫ് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ, hallelujah, the words I used to say, I will say them no more. Praise the Lord. The books I used to read, I read them no more. Hallelujah. The places I used to go, I go there no more. Hallelujah. The drinks I used to drink, I drink them no more. Why? Because great change since I was born. Hallelujah. അത് നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചൊരു പാട്ടാണ്. എത്ര പേര് പഠിച്ചിട്ടുണ്ടത്? പഠിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഒന്ന് രണ്ട് കരങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ടായി. Great change since I was born. Great change since I was born. Great change since I was born. There's a great change since I was born. The things I used to do, I do them no more. Things I used to do, I do them no more. Things I used to do, I do them no more. Why? Because it's a great change. Amen. Hallelujah. ദൈവജനമേ, hallelujah, നാം കർത്താവിൻ്റെതായ വെളിച്ചമായിരിക്കുമ്പോൾ, എന്നെ കുറിച്ച്, നിങ്ങളെ കുറിച്ച് എൻ്റെ ദൈവത്തിന് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. God has an expectation. God has a purpose of your life. Praise the Lord. Hallelujah. So, we have to be, hallelujah, lead a unique life in this world. Though we are in a community, hallelujah, നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. Hallelujah. Amen. Hallelujah. Amen. Hallelujah. നമുക്ക് ചിലപ്പോൾ കൂട്ടുകാരുമായിട്ട് ചേർന്ന് പാർട്ടിയൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ ഓർക്കണം, hallelujah, അവർ ചെയ്യുന്നതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുകയില്ല. hallelujah. അവർ കഴിക്കുന്നതെല്ലാം എനിക്ക് കഴിക്കാൻ പറ്റുകയില്ല. അവർ ചെയ്യുന്നത്, അവർ പറയുന്നത് എനിക്ക് പറയാൻ പറ്റുകയില്ല. കാരണം എന്ത്? ഞാൻ എൻ്റെ കർത്താവിൻ്റെതായ വെളിച്ചവാഹകനാണ്. Praise the Lord. Praise the Lord. Hallelujah. അടുത്ത നമ്മൾ വായിക്കുന്നത് മൂന്നാമത്തെ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വായിക്കുന്നത് 15ാമത്തെ വാക്യം. വിളക്ക് കത്തിച്ച് പറയിൻ കീഴെ അല്ല തണ്ടിന്മേൽ അത്ര വയ്ക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. The purpose of this light. Nor do people light a lamp and put it under a basket, but on a stand. And it gives light to all in the house. Praise the Lord. Hallelujah. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, hallelujah, വിളക്ക് കത്തിച്ചിട്ട് എവിടെ വയ്ക്കുന്നത്? തണ്ടിന്മേൽ. After lighting the lamp, hallelujah, we are setting it on a lampstand. Hallelujah. എന്തിനു വേണ്ടിയാ? Hallelujah, എല്ലാവർക്കും കാണുവാൻ. ആമേൻ. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. എന്താണെന്നറിയാമോ? വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന്, ഹല്ലേലൂയ, എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷുകളെ പോലെ പ്രകാശിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് അവരുടെ ഇടയിൽ? അവിടെ പറയുന്നത് എങ്ങനെയാണ്? വി ആർ ലിവിംഗ് ഇൻ എ crooked generation.
Praise the Lord. We are living in a, hallelujah, faulty generation, wicked generation. Hallelujah. But among them, praise the Lord, what we have to do, and the Bible says, hallelujah, amen, hallelujah, ye have to shine your light. Hallelujah. നമുക്ക് ദൈവം തന്നിരിക്കുന്നതായ ആ പ്രകാശത്തെ മറ്റുള്ളവരിലേക്ക് പകരണമെന്ന് ദൈവമായ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. Take the example of Joseph in Egypt. You remember the story of Joseph, right? Praise the Lord. Hallelujah. So he was hated by his brothers. Then he was sold like a slave. And he was, working like a slave in Potiphar's household. Then he was turned from there. He had to go to the prison. Hallelujah. But in all these times, ഹല്ലേലൂയ, ഈ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ യോസേപ്പിനെ കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്, അവൻ വക്രതയുള്ള വ്യക്തികളുടെ മധ്യത്തിലാണെങ്കിലും കോട്ടമുള്ള തലമുറയുടെ മധ്യത്തിലാണെങ്കിലും, ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവവുമായിട്ടുള്ളതായ ബന്ധം അവൻ വിട്ടുമാറിയില്ല, മുറിച്ചു കളഞ്ഞില്ല. This is what we have to do. No matter wherever you go. Hallelujah. No matter whatever the circumstance or situation that you have to go through, maintain the relationship with God. Hallelujah. Maintain the closeness with God. Hallelujah. Through your deeds, through your prayer, through your devotion, through your, hallelujah, dedicated life. If you maintain, hallelujah, the closeness with the Almighty God, hallelujah, like I used to say, let me tell that again today, this morning, at the due time. At the due time, hallelujah, at the due time, God will uplift you. Hallelujah. നാം ദൈവമായ കർത്താവിൻ്റെതായ സന്നിധിയിൽ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും വക്രതയും കോട്ടവുമുള്ള എല്ലാവരും നിന്നുകൊണ്ട് നമ്മെ പഴിക്കുമായിരിക്കാം. എല്ലാവരും നിന്നുകൊണ്ട് ചിലപ്പോൾ, ഹല്ലേലൂയ, എന്നെയും നിങ്ങളെയും, ഹല്ലേലൂയ, പഴിചാരിയിട്ട്, ഹല്ലേലൂയ, ചിലപ്പോൾ, ഹല്ലേലൂയ, നമ്മെ നിന്ദിക്കുമായിരിക്കാം. ഹല്ലേലൂയ, എന്നാൽ ഹല്ലേലൂയ, അവരുടെ മധ്യത്തിൽ, ഹല്ലേലൂയ, അവൻ നേരോടെ നടക്കുന്നുവെങ്കിൽ ദൈവമായ കർത്താവ് ഒരിക്കലും ഒരു നന്മയ്ക്കും കുറവ് വരുത്തുകയില്ല. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം കഴിയും? നമുക്കറിയാമല്ലോ, ഹല്ലേലൂയ, യോസേഫിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഹല്ലേലൂയ, he was able to maintain that relationship with the living God, and because of the reason, hallelujah, he was able to interpret the dream of the Pharaoh, the king. Praise the Lord. And because of the reason, hallelujah, and along with that interpretation, hallelujah, he also talked about to avoid the way to avoid the famine. അതല്ല നമ്മൾ വായിക്കുന്നത്, ക്ഷാമകാലത്ത് എങ്ങനെയാണ് രക്ഷപ്പെടണമെന്നതിനെ കുറിച്ചുള്ളതായ ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് പ്രവർത്തിച്ചത് കൊണ്ട് അവിടെ പിന്നെ നമ്മൾ യോസേഫിനെ കാണുന്നത് ഒരു ജയിൽ പുള്ളിയായിട്ടല്ല കാണുന്നത്. പിന്നെ എങ്ങനെയാ കാണുന്നേ? മന്ത്രിയായിട്ടാ. He became a minister, second to Pharaoh. ഹല്ലേലൂയ. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഹല്ലേലൂയ. ഇവിടെ ഇന്നത്തെ വാക്യത്തിൻ്റെതായ ബന്ധത്തിൽ ഞാൻ പറയട്ടെ, അവന്റെ പ്രകാശം അവൻ മറച്ചു വെച്ചില്ല. ഹല്ലേലൂയ. He did not hide his lamp. He did not hide his light. Hallelujah. And because he was able to reveal that light, he was glowing, and he was shining that light to the people. Hallelujah. At the due time, God uplifted him up at the right time, at the due places. Hallelujah. അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, 16-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, നിങ്ങളുടെ പ്രകാശം മറ്റുള്ളവരുടെ മുമ്പിൽ എന്ത് ചെയ്യണം? പ്രകാശിക്കണം. ഹല്ലേലൂയ. Let your light shine before others. ഹല്ലേലൂയ. അടുത്ത നമ്മൾ പിന്നെയും വായിക്കുന്ന എങ്ങനെയാണ്? ഹല്ലേലൂയ. അവിടെ 16-ാമത്തെ വാക്യത്തിൻ്റെതായ സെക്കൻഡ് പാർട്ട് പറയുന്നത് എന്താണ്? സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ
പ്രകാശിക്കട്ടെ. So that they may see your good works and give glory to your Father who is in heaven. Praise the Lord. എങ്ങനെയാണ് ഹല്ലേലൂയ ഇവിടെ നമ്മൾ കാണുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, നമ്മൾ എന്ത് ചെയ്ത് അപ്പോസ്തലനായ പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. ആമേൻ. പ്രത്യേകിച്ച് 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ എന്തു തിന്നാലും എന്തു കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യുവിൻ. ദൈവത്തിന് മഹത്വം വരാത്തതൊന്നും ചെയ്യരുത്. അതാണ് എൻ്റെതായ അർത്ഥം. ആമേൻ. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആമേൻ, whatever we do, hallelujah, if we drink, if you eat, whatever, if you do anything, hallelujah, so we have to bring glory to God. അപ്പോൾ let's evaluate ourselves, let's examine ourselves. നമുക്കൊന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ചാൽ നമ്മൾ എങ്ങനെയാ ഹല്ലേലൂയ നമ്മുടെ ഡീലിങ്സ് നമ്മൾ നടത്തുന്നത്, നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാ കൈകാര്യം ചെയ്യുന്നത്? കർത്താവിൻ്റെ വചനം പറയുന്നത് ദൈവനാമം മഹത്വപ്പെടുവാൻ. കാരണം എന്ത്? നമ്മളെവിടാ പാർക്കുന്നത്? നമ്മളെവിടെയാണ്? വക്രതയുള്ളതായ ഈ ലോകത്തിൽ, കോട്ടമുള്ളതായ ഈ ലോകത്തിൽ, ഈ perverted generation, in this wicked generation, hallelujah. So നമ്മൾ ഈ വിക്കറ്റ് ജനറേഷനിലായിരിക്കുന്നതായ സമയത്ത് നമ്മൾ എന്തു ചെയ്താലും ഹല്ലേലൂയ നമ്മൾ ദൈവത്തിൻ്റെതായ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ചെയ്യണം. ഇന്ന് പൽക്കാലം നമ്മൾ കേൾക്കപ്പെട്ടതായ ദൈവജനത്തിന് മുമ്പായി കർത്താവേ ഹല്ലേലൂയ, കർത്താവ് അമേൻ അവിടെ നിന്ന് പഠിപ്പിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് നമ്മെ പഠിപ്പിച്ചതായ ഈ സമയത്ത് കർത്താവ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. അങ്ങനെ അതിൽ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചപ്പോൾ അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ വെളിച്ചം ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ആമേൻ, നമ്മുടെ വെളിച്ചം അതായത് ആമേൻ അത് കത്തുന്നില്ല എങ്കിൽ ഹല്ലേലൂയ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവൻ വിളക്ക് അത് കരിന്തിരിയാണെങ്കിൽ അതിനെന്ത് ചെയ്യണം? അതിനെ മുറിച്ച് കളയണം, അതിനെ നീക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്യും? അത് നന്നായിട്ട് പ്രകാശിക്കും. ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും കർത്താവ് ഉദ്ദേശിക്കുന്നതായ നിലയിൽ പ്രകാശിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ എന്താണ്? So what is blocking us, hindering us to shine for the Lord? So whatever it is, remove it. Hallelujah. കർത്താവിൻ്റെതായ വചനം അതാണ് പറയുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.